ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരിക്കലൊരു സിംഹവും ഒരു കരടിയും വന്നു. ഞാനതിനെ അടിച്ച് അതിൻ്റെ വായി നാട്ടിൻകുട്ടി എന്ത് ചെയ്തു, ഞാൻ എൻ്റെ നേരെ വന്നപ്പോൾ പിടിച്ച് താടിക്ക് പിടിച്ച് എന്ത് ചെയ്തു, പിടിവിച്ചു. അവനും അവയിലൊന്നിനെ പോലാകുന്നു പറഞ്ഞു. മൂന്നാമത്തെ എതിർപ്പ് കണ്ടോ? എവിടെ നിന്നാണ് മൂന്നാമത്തെ എതിർപ്പ്? സിംഹത്തിൻ്റെ, കരടിയുടെ. ദാവീദ് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവനിവിടെ വരുമെന്നറിയാം. അതിന് അവനെ എതിർക്കാൻ ആരെ വിട്ടു? സിംഹം. സിംഹം ആരാ? യഹൂദാഗോത്രത്തിൻ്റെ സിംഹമുണ്ട്. എന്നാൽ സിംഹം പോലെ വരുന്ന ഒരാളുണ്ട്. അലറുന്ന സിംഹം എന്ന പോലെ. സിംഹം എന്ന പോലെയാ. സിംഹമാണോ? അല്ല. സിംഹം ആരാ? യേശുവ, യഹൂദാഗോത്രത്തിൻ്റെ സിംഹം. പിശാച് വരും എന്ന പോലെ. പിശാച് എന്തല്ല? പിശാച് എന്തല്ല? സിംഹം അല്ല. സിംഹം പോലെ വരും, പേടിപ്പിക്കും. ഇപ്പോൾ മൂന്നാമത്തെ എതിർപ്പ് സാത്താന് നിരയുന്ന. ദാവീദ് അതിനെ പിടിച്ചടിച്ചങ്ങ് കൊന്നു, വലിച്ചു കീറി. അതിൻ്റെ ആട്ടിൻകുട്ടിയെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ആ പിശാച് സിംഹം തനിക്ക് നേരെ വന്നു. കണ്ടോ? ഈ കൊച്ചൻ ഇവിടെ വരുമെന്നറിയുമ്പോൾ, ഈ യുദ്ധം മുന്നിൽ കണ്ട ഫെലിസ്ത്യനെ തകർക്കുമെന്നറിഞ്ഞ അവൻ്റെ നേരെ വന്നു. നേർക്ക് നേരെയുള്ളൊരു പോരാട്ടം. ആരുമായിട്ടാണ്? സിംഹമായിട്ട്. അവനെ പിടിച്ച് വലിച്ചെന്ത് ചെയ്ത് കളഞ്ഞു? കീറിക്കളഞ്ഞു. നാലാമത്തെ പോരാട്ടം. ശൗലപ്പം വന്നിട്ട് തൻ്റെ പടയങ്കി ദാവീദിൻ്റെ നേരെ ധരിപ്പിച്ചു. ദാവീദ് കൊച്ചി ചെറുക്കനാ. അപ്പോൾ ശൗൽ ഇവിടെ തയ്യക്കാരനായി. ആളുമൊക്കെ പിടിപ്പിച്ച് അത്യാവശ്യം ഇവനെ ഈ പടയങ്കിയെല്ലാം മാളുമെല്ലാം കെട്ടിച്ചു. കണ്ടോ? നാലാമത്തെ എതിർപ്പ് ലോകത്തിൻ്റെ പ്രതാപമാണ്. പ്രതാപം. ഇവനെയെല്ലാം എന്തോ ധരിപ്പിച്ചു? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ അങ്കിയും ഇതെല്ലാം കൂടെ ധരിപ്പിച്ചു. ദാവീദിന് അറിയാവുന്നൊരു കാര്യമുണ്ട്. ജയത്തിന് കുതിര വ്യർത്ഥമാണ്. യുദ്ധം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ള. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോകം തൻ്റെ അങ്കി ധരിപ്പിച്ചു. ഇത് ചിലപ്പോഴൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങളെ ഓർത്തണേ, ലോകം തൻ്റെ അങ്കി ധരിപ്പിക്കും. ലോകം തൻ്റെ അങ്കി ധരിപ്പിക്കും. ഓരോ അങ്കി ലോകത്തിൻ്റെ ധരിപ്പിക്കും. നമുക്കറിയത്തില്ല. അത് ഫാഷനായിരിക്കാം, അത് പ്രേമമായിരിക്കാം, അത് പലതുമായിരിക്കാം. ഓരോന്നോരോന്ന് ധരിപ്പിക്കും. പക്ഷേ ഇവനെ അങ്കിയല്ല എന്ത് ചെയ്തു? വലിച്ച് ഊരി കുളഞ്ഞു. ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. ഇന്ന് അത് ഊരി വെച്ചു. ലോകം കൊടുത്ത അങ്കി എന്ത് ചെയ്തു? ഊരി വെച്ചു. എല്ലാവരും പറഞ്ഞേ, ലോകം കൊടുത്ത എല്ലാം എന്ത് ചെയ്യണം? ഊരി വെക്കണം. ആവശ്യമില്ലാത്ത എല്ലാം എന്ത് ചെയ്തു? ഊരി വെച്ചു. ജയത്തിന് കുതിര വ്യർത്ഥ. എന്തിനാ ഊരി വെച്ചെന്നറിയാമോ? സകല ഭാരവും. ഇവൻ അണിക്ക് നേരെ ഓടാൻ പോവാ. അണിക്ക് നേരെ ഓടണമെങ്കിൽ സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും ഊരി വെക്കണം. സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും ഊരി വെച്ചു. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ. മക്കളെല്ലാം ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഊരി വെച്ചു. ഉറക്കെ പറ. ഊരി വെച്ചു. എന്താ? തനിക്ക് ചേരാത്ത എല്ലാം ഊരി വെച്ചു. ദൈവമക്കളെ എപ്പോഴും ഓർത്തണം, നമുക്ക് ചേരാത്ത എല്ലാം എന്ത് ചെയ്തേക്കണം? ഊരി വെച്ചണം. ഈ യുദ്ധത്തിനൊന്നും ചേരത്തില്ല. ഈ യുദ്ധം യഹോവയുടെ യുദ്ധമാണ്. ഇതിനിതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്തു? ഊരി വെച്ചു. മറക്കരുത്, മുടങ്ങാതെ വെല്ലുവിളിയാണ്. അതിനെതിരെ ചിലത് ഊരി വെച്ച് യുദ്ധം ചെയ്യണം. ഊരി വെക്കേണ്ടതെല്ലാം എന്ത് ചെയ്തു? ഊരി വെച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാം എന്ത് ചെയ്തു? ഊരി വെച്ചു. ഊരി വെച്ചിട്ട് അവൻ അടുത്ത 5 കല്ലെടുത്തുകൊണ്ട് പോവുക. ഇവിടെ 5 പോരാട്ടമാണ്. 1 എവിടുന്നാ? വീട്ടിൽ നിന്ന്. 2 രാജാവിൻ്റെ. 3 സിംഹം എന്ന പോലെ പിശാചിൻ്റെ. 4 ലോകത്തിൻ്റെ പ്രതാപം അങ്കി. ഇനി ഒരു വലിയ പോരാട്ടം വരുന്നുണ്ട്. ഫെലിസ്ത്യൻ വന്നു. ഫെലിസ്ത്യൻ വന്നിട്ട് അതിൻ്റെ 43ൻ്റെ അവസാനം തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി എന്ത് ചെയ്തു? ശപിച്ചു. ഈ ദേവൻ ആരാന്നറിയാമോ? ഫെലിസ്ത്യ ദേവൻ ആരാ? മക്കൾക്കാർക്കെങ്കിലും അറിയാമോ ഫെലിസ്ത്യ ദേവൻ ആരാന്ന്? ദാഗോൻ. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് ദാഗോൻ എടുത്തു വച്ചപ്പം അവൻ എന്തോ ചെയ്തു? തലയും കുത്തി കിടന്നു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ചെന്നപ്പോൾ എന്തോ പോയി? തല പോയി കിടന്നു. അവനാണ് ഈ കിടക്കുന്നത്. എന്തിനാ? കുരിശിൽ കർത്താവ് ശത്രുവിൻ്റെ തലയെ എന്ത് ചെയ്തു? തകർത്തതാണ്. തകർത്തു. ആ ദേവൻ്റെ നാമം പറഞ്ഞ് ശപിച്ചു. എന്തായിരിക്കും അത്? ആഭിചാരം, മന്ത്രവാദം, ലക്ഷണവിദ്യ, അതെല്ലാം അഴിച്ചുവിട്ടു. ഇനി ഏറ്റവും ഒടുവിലത്തെ ആയുധമായിരുന്നു ഇവനെ തകർക്കാൻ. എന്താ? ദേവൻ്റെ നാമം, അഥവാ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ
എല്ലാം അഴിച്ചുവിട്ടു. ദാവീദ് പറഞ്ഞു, എന്നിട്ട് ഇവനൊരൊറ്റ വർത്തനമാണ്, ഞാൻ നിന്നെ ആകാശത്തിലെ, ദാവീദിനോട് ഇങ്ങോട്ട് വാ, നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടു മൃഗങ്ങൾക്കും എന്തു ചെയ്യും? ഇരയായി കൊടുക്കും. അപ്പം 46, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും, ഞാൻ ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും എന്താക്കും? ഇരയാക്കും. ഇസ്രായേൽ, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ എതിരെയുള്ള പോരാട്ടമാണ്. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ആ വാക്കെല്ലാവരും കൈ ഉയർത്തിയെന്ന് പറഞ്ഞേ, ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ യുദ്ധത്തിൽ ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഉറക്കെ പറ, ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. അടുത്തത്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞേ, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പോൾ 5 പോരാട്ടം, 5 കല്ല്. 1 എവിടുന്ന്? വീട്ടിൽ നിന്ന്. 2 അധികാരികൾ. 3 പിശാച്, സിംഹം എന്ന പോലെ. സിംഹമാണോ? അല്ല. 4 ലോകത്തിൻ്റെ പ്രതാപം. 5 ആഭിചാരം, മന്ത്രവാദം എല്ലാം വന്നു പേടിപ്പിച്ചു. നിൻ്റെ മാംസത്തെ ആകാശത്തിലെ ആർക്ക് കൊടുക്കും? പക്ഷികൾക്ക് കൊടുക്കും. ഇപ്പോൾ നേരെ വരികയാണ് അല്ലേ? നേരെ വരികയാണ്. ഒരു കാര്യം ഓർത്തോണേ, ഇവിടെ ഈ പക്ഷികളെല്ലാം കൂടെ അപ്പോൾ ഒരു പ്രാർത്ഥിച്ചു. പക്ഷികൾ പ്രാർത്ഥിക്കുമോ? ദൈവം എല്ലാത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കും അല്ലേ? മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാട്ടുപാടിയിടുന്നു, മനമേ നീ ഉണർന്നിട്ട് യേശു. ആകാശത്തിലെ പക്ഷികൾ, വയലിലെ താമര, ഇതെല്ലാം പ്രാർത്ഥിച്ചു. പക്ഷികൾ എന്തായിരിക്കും പ്രാർത്ഥിച്ചേ? പക്ഷികൾ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചേ? മോനെ പക്ഷി എന്തായിരിക്കും പ്രാർത്ഥിച്ചേ? പക്ഷി പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദാവീദിനെ കൊന്ന ഇച്ചിരി ഇറച്ചിയല്ലേ കിട്ടത്തുള്ളൂ, ഇവനെ കൊന്ന എന്തോരം ഇറച്ചി കിട്ടും. ഈ ദാവീദ് കൊച്ചി ഇറക്കൻ, ഇവൻ ഇറച്ചിയുണ്ടോ? മറ്റവനോ 40 ദിവസം ഇങ്ങനെ നിൽക്കുകയല്ലേ, അവൻ്റെ മസിലൊക്കെ ഈ കനം കാണും. അപ്പോൾ ഇന്ന് ഇവനെ തിന്നാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ദൈവം ആരുടെ പ്രാർത്ഥന കേട്ടു? പക്ഷികളുടെ പ്രാർത്ഥന കേട്ടു. ദൈവം ആരുടെ പ്രാർത്ഥന കേട്ടു? പക്ഷികളുടെ പ്രാർത്ഥന കേട്ടു. ഈ 5 പ്രാവശ്യം ഇവൻ 5 വെല്ലുവിളിച്ചു. ഇവിടെ ദാവീദ് 5 പ്രാവശ്യം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് ഈ ദൃഢനിശ്ചയത്തോടെ ചെല്ലുകയാണ്. ഇവനോട് ചോദിച്ചു, ശൗല് ചോദിക്കുന്നുണ്ട് അടുത്തൊരു കാര്യം, നിനക്ക് എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? അവൻ പറഞ്ഞുണ്ട്, വർക്ക് എക്സ്പീരിയൻസ്. എന്താ? ഒരിക്കലൊരു സിംഹം, ഒരിക്കലൊരു കരടി, അതെൻ്റെ നേരെ വന്നു, അതെൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, ഞാൻ പിടിച്ച് കീറിക്കളഞ്ഞു. നോക്കാം, 5 പ്രാവശ്യം. 37 വാക്യം 37. എന്നെ രക്ഷിച്ച ആരാ? യഹോവ. എന്നെ രക്ഷിച്ച യഹോവ. 45. ഞാനോ? യഹോവയുടെ നാമം. 46. 47. 47 മതി. 47. മതി. അടുത്തത് അതിൻ്റെ 2ാം ഭാഗം, യുദ്ധം. യുദ്ധം ആർക്കുള്ളത്? ഈ 5 വെല്ലുവിളികളെ വന്നപ്പം 5 പ്രാവശ്യം ആരുടെ നാമം പറഞ്ഞു? യഹോവയുടെ നാമം പറഞ്ഞു. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാമവും കർത്താവ് ഏറ്റു പറയുന്ന ഒരു നാമമുണ്ട്, യേശുവിൻ്റെ നാമം, യഹോവയുടെ നാമം. നാമത്തിന് ഭയങ്കര ശക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊരു ശക്തിയായിരിക്കുക. ഈ നാമത്തിന് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആരുടെ നാമം പറയണം? യഹോവയുടെ നാമം പറയണം, യേശുവിൻ നാമം. അതുകൊണ്ടാണ് നാം പാടുക, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം,
ഇമ്പനാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. അപ്പം ഈ 5 വെല്ലുവിളികളെയും ഫലസ്തീൻ ജയിച്ചത് ദാവീദ് ജയിച്ചത് എന്ത് പറഞ്ഞ? 5 പ്രാവശ്യം ആരുടെ നാമം പറഞ്ഞു? യഹോവയുടെ നാമം. വെല്ലുവിളി വരുമ്പോൾ നമുക്ക് പറയാൻ, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡിയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും യേശു കർത്താവിനെ സ്തുതിച്ചാട്ട്. യേശുവെ നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിന് ഭയങ്കര ശക്തിയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. യേശുവിൻ നാമത്തെ ഉയർത്തിക്ക്. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരക്ഷയുടെ വിടുതലായി സ്വർഗം കനിഞ്ഞരുളിയ നാമം യേശുവിൻ്റെ ആ നാമം ഇന്ന് പകലിൽ എല്ലാ വെല്ലുവിളികളെയും ജയിക്കാൻ പറ്റുന്ന ഒരു നാമമുണ്ട്, യേശുവിൻ നാമം. ഇരുകരങ്ങൾ ഉയർത്തി അല്പസമയം യേശുവെ വിളിച്ചേ. യേശുവെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ജീസസ് വി ലവ് യു. യേശുവെ നന്ദി, യേശുവെ ആരാധന. ആ വാക്കുകൾ മാത്രം പറഞ്ഞ് അല്പസമയം ജനം സ്തുതിക്കേ. ഈ യുദ്ധത്തിൽ നമുക്കുള്ള ആയുധം എന്താ? യേശു എന്ന നാമം. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ നന്ദി, 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 യേശുവെ നന്ദി. 5 പ്രാവശ്യം ആരുടെ നാമം പറഞ്ഞു? യഹോവയുടെ നാമം പറഞ്ഞു. എല്ലാവരും ചേർന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. യുദ്ധം എത്ര ആയിരുന്നു? ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളത്. ആര് പ്രാർത്ഥിച്ചു? പക്ഷികൾ പ്രാർത്ഥിച്ചു. തമ്പുരാൻ പക്ഷികളുടെ പ്രാർത്ഥന കേട്ടു. എന്താ സംഭവിച്ചത്? അവൻ അണിക്ക് നേരെ ഓടി ഫലസ്തീന് എറിഞ്ഞു, എന്നിട്ട് വെട്ടിക്കളഞ്ഞു. അടുത്തത് ഇത് ഫലസ്തീൻ്റെ തല എന്ത് ചെയ്തു? വെട്ടിയെടുത്തു. കണ്ടോ? ദാവീദ് ഓടിച്ചെന്ന് ഫലസ്തീൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി നമ്മൾ പഠിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ നിന്ദിപ്പാൻ ഫലസ്തീൻ വന്നു മടുക്കാതെ വെല്ലുവിളിച്ചു. അതിനെതിരെ ദാവീദ് എന്ന പയ്യൻ അഭിഷേകത്തിൻ്റെ ധൈര്യവുമായിട്ട് ഓടുമ്പോൾ ഈ ഫലസ്തീൻ വന്ന് അവൻ്റെ സൈസ് കാണിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ചിലപ്പം പിശാച് നമ്മളെ സൈസ് കാണിച്ച് പേടിപ്പിക്കും. ഷുഗർ നോക്കുമ്പം ലെവൽ 500, നമ്മൾ അപ്പളെ മയങ്ങിപ്പോവും. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഷുഗർ ഇല്ലെന്ന് അറിഞ്ഞാൽ വല്ലതും പറ്റുമോ? നോക്കുമ്പോൾ 500, അപ്പളെ ഫ്ലാറ്റാകും. അകത്തില്ലേ? പേടിയാ. മയങ്ങിപ്പോരാത് മതി. ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. സ്കാൻ ചെയ്തപ്പം വലിയ ഫൈബ്രോയിഡ്, അതിൻ്റെ വലിപ്പം വലുത്. എന്നാൽ ഇന്ന് രാത്രി പകല് കർത്താവ് പറയുക, വലിപ്പം കാണിച്ച് ഭയപ്പെടുത്തുമ്പം യേശുവിൻ്റെ നാമം പറഞ്ഞ് ജയിക്കണം. വലിപ്പം കാണിച്ചും ശബ്ദം ഉയർത്തിയും പെരുപ്പിച്ച് കാണിച്ച് ഭയപ്പെടുത്തുമ്പോൾ ദാവീദിന് പറയാൻ ഒന്നുണ്ട്, എൻ്റെ കയ്യിൽ 5 എതിർപ്പുകളെയും ജയിച്ചത് യഹോവയുടെ നാമമാണ്. നാമം. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യഹോവയ്ക്ക് ഒരു കാര്യം എന്തല്ല, അസാധ്യമല്ല. വിശ്വസിക്കുന്നുണ്ടോ? യഹോവയ്ക്ക് ഒരു കാര്യം എന്തല്ല, അസാധ്യമല്ല. ഏത് യുദ്ധം ആർക്കുള്ളതാ? ഉറക്കെ പറഞ്ഞേ, യുദ്ധം ആർക്കുള്ളത്? വിശ്വസിക്കുന്നോ? യുദ്ധം ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളത്. നമുക്കെല്ലാം ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഈ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട നാമമുണ്ട്. ആരുടെ നാമം? യഹോവയുടെ നാമം, യേശു എന്ന നാമം. എനിക്ക് ഭയങ്കര ഉറപ്പാണ്. ഞാനിവിടെ ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഭയങ്കര യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അന്തരീക്ഷ മണ്ഡലത്തിൽ. ഭയങ്കര വിടുതലുകളെ കർത്താവ് വഹിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇത് ഒരു പതിവ് പരിപാടിയല്ല. ഈ 19-ാമത്തെ ദിവസം
പക്ഷികളുടെ പ്രാർത്ഥന കേട്ട ദൈവം യുദ്ധത്തിന് വന്നിട്ടുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. ദാവീദും സൈന്യവും അണികൾക്ക് നേരെ ഓടുമ്പോൾ ദാവീദിന് പറയാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ 5 മിനുസമുള്ള കല്ല്. എന്താ? യഹോവയുടെ നാമം. അതിൽ ഒറ്റ കല്ല് ഉപയോഗിക്കേണ്ട വന്നുള്ളെങ്കിൽ നമ്മുടെ പോരിൻ്റെ ആയുധം ജഡീകങ്ങളല്ല, യഹോവയുടെ നാമമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. യുദ്ധം ആർക്കുള്ളതാ മക്കളെ? യുദ്ധം ആർക്കുള്ളതാ? ഏറ്റവും ഒടുവിലത്തെ ഒരു ആയുധം അവനെടുത്തു. എന്താ? തൻ്റെ ദേവൻ്റെ നാമം, ആഭിചാരം, മന്ത്രവാദം. പക്ഷേ ഇതിനെയെല്ലാം ജയിക്കുന്ന ഒന്നുണ്ട്, യഹോവയുടെ നാമം. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകം ആവശ്യമില്ലാതെ കെട്ടിവെച്ചതെല്ലാം അങ്ങ് ഊരിക്കളയണം. ലോകം ആവശ്യമില്ലാതെ കെട്ടിവെച്ചെല്ലാം അങ്ങ് ഊരിക്കളയണം. അതിനെ അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഈ നാമം എടുത്തേ ഒരു അത്ഭുത ജയം നടക്കാം, സംഭവിക്കും. അതിനെ അങ്ങോട്ട് ഊരി വെക്കണം യേശുവിൻ നാമത്തിൽ. കുഞ്ഞുങ്ങളെ, വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരി വെക്കണം. വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരി വെക്കണം. എന്നോട് പറയട്ടെ, വേണ്ടാത്ത എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഊരി വെക്കണം. അത് ഊരി വെച്ചിട്ട് ഇന്ന് യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വരാത്ത ഒരു വലിയ വിടുതൽ നടക്കും. ഉടകം താരം താരം ധേരം 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 ധേരം. യുദ്ധ യഹോവയ്ക്കുള്ളതാ, യുദ്ധ യഹോവയ്ക്കുള്ളതാ. ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പാഴ്സി ദേശത്തിന്റെ പ്രഭു മറുപടിയുമായിട്ട് വന്നപ്പോ പാഴ്സി ദേശത്തിന്റെ പ്രഭു എതിർത്തെങ്കിൽ അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവയുടെ ദൂതൻ വന്നു. ദാവീദ് ഒന്നും അറിയുന്നില്ല. ദാവീദ് ദാനിയേൽ അവന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദാവീദ് പറഞ്ഞു, എനിക്ക് വലിയ അറിവില്ല, പക്ഷെ അഭിഷേകമുണ്ട്. എൻ്റെ കയ്യിൽ പരിചയമൊന്നുമില്ല, പക്ഷെ യഹോവയുടെ നാമമുണ്ട്. ഇന്ന് രാത്രി പകലിൽ കുഞ്ഞേ, ഊരി വെക്കാൻ ചിലതുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഊരി മാറ്റി വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തു ആട്ടെ. മുറുകെ പറ്റുന്ന പാപം, രഹസ്യ പാപം, ഭാരം എല്ലാം ഒന്ന് ഊരി വെച്ചിട്ട് ഒന്ന് ഓടിക്കേ. നിന്റെ കൂടെ ഓടുന്ന ദൈവമുണ്ട്. ദാവീദ് ഓടിച്ചെല്ലുമ്പോ, അണിക്ക് നേരെ ഓടുമ്പോ അവന്റെ മുമ്പിൽ ഓടി യഹോവ മുൻപടയായി പിൻപടയായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ പകലാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അന്തരീക്ഷ മണ്ഡലത്തിൽ നടക്കുന്ന ആത്മയുദ്ധം. പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. മുഴങ്കാലി പ്രാർത്ഥിക്കാവുന്നവരൊക്കെ മുഴങ്കാലി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ നിന്ന യുദ്ധങ്ങൾ വലുതായിരുന്നു കുഞ്ഞുങ്ങളെ. ഞാൻ നിന്നിട്ടുള്ള യുദ്ധങ്ങൾ വലുതായിരുന്നു. ഒറ്റയ്ക്ക് എന്നും. പക്ഷെ ഒന്നെനിക്കറിയാം, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കേ. ആരോഗ്യമുള്ള മക്കളൊക്കെ ഒന്ന് മുട്ടയെന്ന് പ്രാർത്ഥിച്ചേ. ആരോഗ്യമുള്ള മക്കള് ആകുന്നവര് എന്താണെന്നറിയാമോ? നീ കർത്താവിൻ്റെ സന്ധി മുട്ടയിൽ നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു നിൽക്കുന്ന ഉയർന്ന പർവ്വതങ്ങൾ മുഴങ്കാൽ മടക്കും. കൊച്ചി ചെറുക്കൻ ഈ വലിയ മനുഷ്യന്റെ നേരെ ഓടുമ്പോൾ അവന്റെ നേരെ ഒരു സിംഹത്തെ അയച്ച് അവിടെ ചെല്ലാതിരിക്കുക. സിംഹം എന്ന പോലെ വന്നപ്പോ അവനറിയാം ഇത് സിംഹം പോലെയാ. പക്ഷെ എന്റെ മുമ്പിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമുണ്ട്. ആത്മമണ്ഡലത്തിൽ ഒരു യുദ്ധം ഇന്ന് നടക്കുന്നുണ്ട്. ഭയങ്കര യുദ്ധം നടക്കുക യേശുവിൻ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചേ. 19ാമത്തെ ദിവസം ജയമാകട്ടെ. ഒരു നിമിഷം കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. നിനക്കെതിരെ വർഷങ്ങളായി
കുടുംബങ്ങൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ നമ്മൾ അറിയാതെ അവർ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ച ശാപങ്ങൾ. പക്ഷെ കാരണം കൂടാത്ത ശാപം ഏക്കത്തില്ല. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. ഇല്ല 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 ഇല്ല. അവിടെ ദേവന്റെ തല ഒടിഞ്ഞതാ, അത് ഫലിക്കില്ല. ശബനം ഘടകം ദിഗനം രഗജം രഗനക രഗജം 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 അർത്ഥം ഭേരം ഭേരം ഭാരം ധേരം ഘാരം ഝാരം ഘാരം ഭക്ഷം ചൂടം ധാരം അർഗം ധാരം ദേഹം ധേരം 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 ധേരം. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദാവീദിനെ കുറിച്ച് വേദപഠിതാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്, വസന്തത്തിന്റെ ഇടിമുഴക്കം. അതുവരെ ഇസ്രായേൽ മലകൾ പേടിച്ചിരുന്നെങ്കിൽ ഈ കൊച്ചു ചെറുക്കം വന്നപ്പോൾ ഒരു ഇടിമുഴക്കം പോലെ അവൻ കയറി വരികയാ. ജയത്തിന്റെ ഒരു ഇടിമുഴക്ക. എന്താണ്? നമ്മുടെ കർത്താവ് ഇടിമുഴക്കി ഫലസ്തീനെ ഓടിക്കുന്നവനാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ശമൂവേൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ കാണുന്നുണ്ട്, ഫലസ്തീന യുദ്ധത്തിന് വന്നപ്പോൾ മുഴങ്കാലിൽ തലയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇടിമുഴക്കി ഫലസ്തീനെ ഓടിച്ച ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. മക്കളെ, പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം മുട്ടയെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. മുട്ടയെന്നേ, കൈ എഴുന്നേറ്റിന്നേ, മുട്ടയിൽ ഇങ്ങനെ പൊങ്ങിന്നേ, കണ്ണടച്ചേ, കൈ മലർത്തിപ്പിടിച്ചേ, കൈ ഇങ്ങനെ മലർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. മൊത്തം മക്കൾ മുട്ട നിന്നേ, ഒന്നും പറ്റത്തില്ല. മുട്ട നിന്നേ, മുട്ട നിൽക്കും മക്കളെ, ആരോഗ്യം വരും, മുട്ടൻ്റെ വേദന മാറും. കൈ മലർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. യേശുപ്പച്ചൻ്റെ മുമ്പിലാ. ബോഡി ലാംഗ്വേജിന് ഭയങ്കര പ്രാധാന്യമാണ്. കുഞ്ഞേ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ആരും ആരെക്കാട്ടിയും വലിയവരല്ല അപ്പാ, പക്ഷെ ഇത്രയും വലിയൊരു ഫലസ്തീനെ തകർക്കാൻ പക്ഷെ കുഞ്ഞെ എന്തെങ്കിലും ഊരി വെക്കാനുണ്ടോ? കുഞ്ഞെ ഊരി വെക്കാനുണ്ടോ? നിന്റെ അകത്ത് എന്തെങ്കിലും ഊരി വെക്കണമെന്ന് തോന്നുന്നുണ്ടോ? നീ വേണ്ടാത്ത എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഊരി വെച്ചേ, ഊരി വെക്ക്. എന്നിട്ടൊന്ന് ഇറങ്ങ. തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് ദേഹത്തിന് കുതിര വ്യർത്ഥമാ, പക്ഷെ യുദ്ധം യഹോവയ്ക്കുള്ളതാ. എൻ്റെ അപ്പ ഈ മക്കൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഞങ്ങളുടെ പ്രായമുള്ളവർ കസേര ഇരുന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുക. എല്ലാം ദൈവം കാണും. 19ാമത്തെ ദിവസം 19ാമത്തെ ദിവസം. ഇത്രയും ദിവസം ഈ പ്രാർത്ഥനയിൽ പല സ്ഥലങ്ങളിൽ ദിക്കുകളിൽ പോയി പ്രാർത്ഥിച്ച ജനമാണ്. ഇവരോട് ഇന്ന് കരുണ തോന്നണേ. ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇന്ന് തന്നെ അതിന്റെ വിടുതലുകൾ അറിയണേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജനം എഴുതി വെച്ച് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകണമേ. ഇപ്പോൾ ഉണ്ടാകണമേ. ഇപ്പോൾ ഉണ്ടാകണമേ. 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 അവർ വീടുകളിൽ ചെല്ലുന്നതിന് മുമ്പ് മറുപടികൾ ഉണ്ടാകണമേ. ഉണ്ടാകണമേ. മനുഷ്യന്റെ എതിർപ്പ്, വീട്ടിൽ നിന്നുള്ള എതിർപ്പ്, അനാവശ്യമായ ഒരു സീന്, ശബ്ദങ്ങൾ എല്ലാം അവസാനിക്കട്ടെ. 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 ഭയപ്പെടുത്തുന്ന മേഖലകളിൽ ജയമുണ്ടാകട്ടെ. ജയമുണ്ടാകട്ടെ. സിംഹം എന്ന പോലെ നേരെ വരുന്ന ചിലതിനെ ആത്മാവിൽ ഞങ്ങൾ ഇന്ന് കീറിക്കളഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സിംഹം പോലെ ഭയപ്പെടുത്തി അലറി വരുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ കീറിക്കളയുന്നു. ഞാൻ യഹോവയുടെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ യുദ്ധ യഹോവയ്ക്കുള്ളതാ. അവയെ ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നടക്കുന്ന ആത്മയുദ്ധത്തിനായി സ്തോത്രം. ദൂതന്മാരെ ഇറങ്ങി നിൽക്ക്. തിരുവനന്തപുരം ജില്ലയിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. കാഞ്ഞിരകുളത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. 4 ദിക്കിലും നടന്ന പ്രാർത്ഥന ഇറങ്ങ്. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. ഒഴുക്കുണ്ടാകട്ടെ.
ജനത്തിന്റെ ഒഴുക്കുണ്ടാകട്ടെ. ആത്മാക്കൾ ഒഴുകി വരട്ടെ, ഒഴുകട്ടെ, ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. മുടങ്ങാത്ത വെല്ലുവിളിക്ക് മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈ സഭയുടെ പ്രാർത്ഥനയിൽ ചില വെല്ലുവിളികൾ കെട്ടടങ്ങട്ടെ. യെസ്, ഞങ്ങൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമം, സദൃശവാക്യം 18 പറയുന്ന യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. എല്ലാവരും പറഞ്ഞേ, യഹോവയുടെ നാമം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഓ, യഹോവയുടെ നാമം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവ ഈരേ, യഹോവ ശമ്മാ, യഹോവ ശമ്മാ, എൽ ശദായി, എൽ ശദായി, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ നിസി, യഹോവ നിസി, യഹോവ ശമ്മാ, യഹോവ ശമ്മാ, യഹോവ റോയി, യഹോവ റോയി, യഹോവ സിദക്കേനു, യഹോവ എന്റെ നീതി, യഹോവ എന്റെ നീതി, യഹോവ എന്റെ കൊടി, യഹോവ എന്റെ കൊടി, യഹോവ എനിക്കായി കരുതുന്നവൻ, യഹോവ എനിക്കായി ഇമ്മാനുവേൽ, അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാന പ്രഭു, ധന്യനായ ഏകാധിപതി, അധിപതി, രാജാതി രാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, കർത്താതി കർത്താവ്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേര്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട് ഇന്ന് പകൽ ആ നാമത്തെ ഉയർത്തിക്കേ.